ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനോം PSC പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രേഷ്മ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 ഫെബ്രുവരി മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ഭൗമശാസ്ത്ര നൊബേൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പ്രൈസിന് 2026 അർഹനായ ഇന്ത്യൻ വംശജൻ ആരാണ്? വീരഭദ്രൻ രാമനാഥൻ. ഓക്കെ, ഓർത്തുവെക്കുക. ഭൗമശാസ്ത്ര നൊബേൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പ്രൈസിന് 2026 അർഹനായ ഇന്ത്യൻ വംശജനാണ് വീരഭദ്രൻ രാമനാഥൻ. കാലാവസ്ഥാ വ്യതിയാനം, ഹരിതഗൃഹവാതകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക. 1975 CFC വാതകങ്ങൾ ആഗോള ത്തിന് കാരണമാകുന്നു എന്നും അദ്ദേഹം ഇതിനു മുൻപ് കണ്ടെത്തിയിരുന്നു. ഓക്കെ, ഓർത്തുവെക്കുക. അപ്പോൾ ഭൗമശാസ്ത്ര നൊബേൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പ്രൈസിന് 2026 അർഹനായ ഇന്ത്യൻ വംശജൻ ആരാണ്? വീരഭദ്രൻ രാമനാഥനാണെന്ന് ഓർത്തുവെക്കുക. കാലാവസ്ഥാ വ്യതിയാനം, ഹരിതഗൃഹവാതകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ പഠനങ്ങൾക്കാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചത്. കൂടാതെ 1975 അദ്ദേഹം CFC വാതകങ്ങൾ, അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺ വാതകങ്ങൾ ആഗോള താപനത്തിന് കാരണമാകുന്നു എന്നും കണ്ടെത്തിയിരുന്നു എന്ന് ഇതോടൊപ്പം ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കായി കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ കേരള ശാസ്ത്ര പുരസ്കാരം 2024 അർഹയായത് ആരാണ്? ഡോക്ടർ ടെസി തോമസ്. ഓക്കെ, ഓർത്തുവെക്കുക. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കായി കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ കേരള ശാസ്ത്ര പുരസ്കാരം 2024 അർഹയായത് ഡോക്ടർ ടെസി തോമസ് ആണെന്ന് ഓർത്തുവെക്കുക. ഇന്ത്യയുടെ മിസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ആദ്യ വനിതയാണ് ഡോക്ടർ ടെസി തോമസ്. അതുകൊണ്ട് തന്നെ ഇവർ ഇന്ത്യയുടെ മിസൈൽ വനിത എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഓർത്തുവെക്കുക. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കായി കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ കേരള ശാസ്ത്ര പുരസ്കാരം 2024 അർഹയായത് ആരാണ്? ഡോക്ടർ ടെസി തോമസ് ആണ്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നാണ് ഡോക്ടർ ടെസി തോമസ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ദീർഘദൂര മിസൈലുകളായ അഗ്നി 4, അഗ്നി 5 എന്നിവയുടെ പ്രോജക്ട് ഡയറക്ടറായും ഡോക്ടർ ടെസി തോമസ് പ്രവർത്തിച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ, ഓർത്തുവെക്കുക. നെക്സ്റ്റ്, പ്രമുഖ എഴുത്തുകാരി അരുന്ധതി റോയിയുടെ ഏത് പുസ്തകത്തിനാണ് 2025 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്? ഏതു പുസ്തകത്തിനാണ്? മദർ മേരി കംസ് ടു മീ. ഓക്കെ, ഓർത്തുവെക്കുക. പ്രമുഖ എഴുത്തുകാരി അരുന്ധതി റോയിയുടെ ഏതു പുസ്തകത്തിനാണ് 2025 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്? മദർ മേരി കംസ് ടു മീ. അരുന്ധതി റോയിയുടെ അമ്മയും പ്രശസ്ത സാമൂഹിക പ്രവർത്തകയുമായ മേരി റോയിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് മദർ മേരി കംസ് ടു മീ. അപ്പോൾ ഈ ഒരു പുസ്തകത്തിനാണ് 2025 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക. 5 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. നെക്സ്റ്റ്, 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? സ്കോട്ട്ലാൻഡ് ആണ്. ഓക്കെ, ഓർത്തുവെക്കുക. 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന രാജ്യമാണ് സ്കോട്ട്ലാൻഡ്. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോ നഗരമാണ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? സ്കോട്ട്ലാൻഡ് ആണ്. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോ നഗരമാണ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. നെക്സ്റ്റ്, വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി നൽകുന്ന സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2026 പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവി ആരാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി നൽകുന്ന സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2026 പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവി ആരാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണെന്ന് ഓർത്തുവെക്കുക. മലയാള സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്താണ് ഈ ഒരു അംഗീകാരം അദ്ദേഹത്തിന് നൽകിയത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി നൽകുന്ന സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2026 പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവിയാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ. നെക്സ്റ്റ്, 2025 കേരള സർക്കാരിന്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മുതിർന്ന മാധ്യമ പ്രവർത്തകനും ചരിത്രകാരനുമായ മലയൻ
കീഴ് ഗോപാലകൃഷ്ണനാണെന്ന് ഓർത്തുവെക്കുക. 2025 കേരള സർക്കാരിന്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മുതിർന്ന മാധ്യമ പ്രവർത്തകനും ചരിത്രകാരനുമായ മലയൻ കീഴ് ഗോപാലകൃഷ്ണനാണെന്ന് ഓർത്തുവെക്കുക. കേരള സർക്കാർ നൽകുന്ന മാധ്യമരംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. അപ്പോൾ ഈ ഒരു പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? മലയൻ കീഴ് ഗോപാലകൃഷ്ണനാണെന്ന് ഓർത്തുവെക്കുക. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ. നെക്സ്റ്റ്, കേരള സർക്കാരിന്റെ ഔദ്യോഗിക ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേര് എന്താണ്? കേരള സവാരി. ഓക്കെ, ഓർത്തുവെക്കുക. കേരള സർക്കാരിന്റെ ഔദ്യോഗിക ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേരാണ് കേരള സവാരി. ഇന്ത്യയിൽ ഒരു സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന ആദ്യത്തെ ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി. മറ്റ് സ്വകാര്യ കമ്പനികളെ അപേക്ഷിച്ച് കുറഞ്ഞ സർവീസ് ചാർജും നിയന്ത്രിത നിരക്കുമാണ് ഇതിന്റെ പ്രത്യേകത എന്നുകൂടി ഓർത്തുവെക്കുക. ഇനി കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ. ഓക്കെ, ഓർത്തുവെക്കുക. അപ്പോൾ കേരള സർക്കാരിന്റെ ഔദ്യോഗിക ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേരാണ് കേരള സവാരി. ഈ ഒരു കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ എന്നും ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏതാണ്? മീററ്റ് മെട്രോ. ഓക്കെ, ഓർത്തുവെക്കുക. ഇന്ത്യയിൽ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസാണ് മീററ്റ് മെട്രോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏതാണ്? മീററ്റ് മെട്രോയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു മീററ്റ് മെട്രോയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരമാണെന്ന് ഓർത്തുവെക്കുക. കേരളത്തിലെ മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി. മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്, അതായത് 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ച മികച്ച കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരമാണെന്ന് ഓർത്തുവെക്കുക. മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊല്ലം. മികച്ച മുനിസിപ്പാലിറ്റി ഏതാണ്? തൃശൂർ ജില്ലയിലെ ഗുരുവായൂരാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നേമം. മികച്ച ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലക്കൽ. ഓക്കെ, ഓർത്തുവെക്കുക. സ്വരാജ് ട്രോഫി 2024-25 മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത്. മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ നേമം. മികച്ച ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലക്കൽ. ഓക്കെ, ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അഥവാ സിയാൽ. ഓക്കെ, ഓർത്തുവെക്കുക. ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അഥവാ സിയാൽ. നെക്സ്റ്റ്, കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി പ്രതിഭകൾക്കായി നടത്തുന്ന സർഗോത്സവം ഏതാണ്? സവിശേഷ. ഓക്കെ, ഓർത്തുവെക്കുക. കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി പ്രതിഭകൾക്കായി നടത്തുന്ന സർഗോത്സവമാണ് സവിശേഷ. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണവും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതുമാണ് ഈ ഒരു പരിപാടി പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി പ്രതിഭകൾക്കായി നടത്തുന്ന സർഗോത്സവം ഏതാണ്? സവിശേഷയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, മണിപ്പൂരിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? യുനാം ഗേംചന്ദ് സിംഗ്. ഓക്കെ, ഓർത്തുവെക്കുക. മണിപ്പൂരിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് യുനാം ഗേംചന്ദ് സിംഗ് ആണെന്ന് ഓർത്തുവെക്കുക. ഏകദേശം 1 വർഷം നീണ്ടുനിന്ന രാഷ്ട്രപതി ഭരണത്തിന് ശേഷമാണ് BJPയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ഇവിടെ നിലവിൽ വന്നത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. അപ്പോൾ മണിപ്പൂരിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? യുനാം ഗേംചന്ദ് സിംഗ് ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റാംസർ സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശിലെ ഏതാ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പട്ന പക്ഷി സങ്കേതം, അതുപോലെ ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചാരിദാന്ത് തണ്ണീർത്തട റിസർവ്. ഓക്കെ, ഓർത്തുവെക്കുക. 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റാംസർ സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് ഉത്തർപ്രദേശിലെ ഏതാ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പട്ന പക്ഷി സങ്കേതവും ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചാരിദാന്ത് തണ്ണീർത്തട റിസർവും. ഓക്കെ, ഓർത്തുവെക്കുക.
നെക്സ്റ്റ്, സംസ്ഥാനത്തെ പക്ഷികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഗോവ. ഓക്കെ, ഓർത്തുവെക്കുക. സംസ്ഥാനത്തെ പക്ഷികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനമാണ് ഗോവ. അപ്പോൾ സ്വന്തമായി ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, ഓർത്തുവെക്കുക. സംസ്ഥാനത്തെ പക്ഷികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനമാണ് ഗോവ. ആദ്യമായി തയ്യാറാക്കിയത് കേരളമാണെന്ന് ഓർത്തുവെക്കുക. 2022 കേരളം ബേർഡ് അറ്റ്ലസ് പുറത്തിറക്കിയത്. ഓക്കെ, ഓർത്തുവെക്കുക. നെക്സ്റ്റ്, കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച പുതിയ ഓൺലൈൻ ടാക്സി സർവീസ് ഏതാണ്? ഭാരത് ടാക്സി. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച പുതിയ ഓൺലൈൻ ടാക്സി സർവീസാണ് ഭാരത് ടാക്സി. മറ്റ് സ്വകാര്യ ഓൺലൈൻ ടാക്സി കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രൈവർമാരിൽ നിന്ന് കമ്മീഷൻ ഈടാക്കാത്ത രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം. ഇത് ഡ്രൈവർമാർക്ക് കൂടുതൽ വരുമാനവും ഉറപ്പാക്കുന്നുണ്ട്. ഓട്ടോറിക്ഷകൾ, കാറുകൾ, ബൈക്കുകൾ എന്നിവ ഈ ഒരു ആപ്പ് വഴി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ പാനിക് ബട്ടൺ, തത്സമയ ലൊക്കേഷൻ ട്രാക്കിംഗ്, 24/7 കസ്റ്റമർ സപ്പോർട്ട് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങളും ഇതിൽ ലഭ്യമാണ്. കൂടാതെ വനിതാ യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷയും സ്ത്രീകൾക്ക് തൊഴിലവസരവും നൽകുന്നതിനായി വനിതാ ഡ്രൈവർമാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള സാരഥി ദീദി എന്ന സംവിധാനവും ഭാരത് ടാക്സിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ ആരംഭിച്ച പുതിയ ഓൺലൈൻ ടാക്സി സർവീസാണ് ഭാരത് ടാക്സി. നെക്സ്റ്റ്, രാജ്യത്തെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ ചേവായൂരിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, രാജ്യത്തെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രിയാണ് കോഴിക്കോട് ജില്ലയിലെ ചേവായൂരിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. കുറഞ്ഞ ചിലവിൽ സാധാരണക്കാർക്ക് അവയവമാറ്റ ശസ്ത്രക്രിയകൾ ലഭ്യമാക്കുക എന്നതാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാന ലക്ഷ്യം. വൃക്ക, കരൾ, ഹൃദയം, ശ്വാസകോശം, പാൻക്രിയാസ് തുടങ്ങിയ അവയവങ്ങളുടെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്കായി അത്യാധുനിക സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. ഓക്കെ, ഓർത്തുവെക്കുക. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ ചേവായൂരിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ കുമ്പിച്ചൽ കടവ് പാലമാണെന്ന് ഓർത്തുവെക്കുക. കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലമാണ് തിരുവനന്തപുരം ജില്ലയിലെ കുമ്പിച്ചൽ കടവ് പാലം. നെയ്യാർ നദിക്ക് കുറുകെയാണ് ഈ ഒരു പാലം നിർമ്മിക്കുന്നത്. ഏകദേശം 1.4 കിലോമീറ്റർ ആണ് ഈ ഒരു പാലത്തിന്റെ നീളം എന്ന് പറയുന്നത്. നിലവിൽ തൃശ്ശൂരിലെ പുതിയ തുരുത്ത് മാടായിക്കോണം പാലത്തിനാണ് നദിക്ക് കുറുകെയുള്ള നീളമേറിയ പാലം എന്ന പദവിയുള്ളത്. എന്നാൽ കുമ്പിച്ചൽ കടവ് പാലം സജ്ജമാകുന്നതോടുകൂടി ഈ ഒരു റെക്കോർഡ് കുമ്പിച്ചൽ കടവ് പാലത്തിന് മാറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ കുമ്പിച്ചൽ കടവ് പാലമാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയുടെ പാവകളി പാരമ്പര്യത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പ് 2026 ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പുകളിൽ ഉൾപ്പെട്ട കേരളത്തിന്റെ പാവകളി രൂപം ഏതാണ്? പാവക്കഥകളി. ഓക്കെ, ഓർത്തുവെക്കുക. ഇന്ത്യയുടെ പാവകളി പാരമ്പര്യത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പ് 2026 ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പുകളിൽ ഉൾപ്പെട്ട കേരളത്തിന്റെ പാവകളി രൂപം ഏതാണ്? പാവക്കഥകളിയാണെന്ന് ഓർത്തുവെക്കുക. പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത്. ഓക്കെ, പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത്. കേരളത്തിലെ ഗ്ലൗ പപ്പറ്ററി രീതിയിലുള്ള ഈ ഒരു കലാരൂപം കഥകളിയുടെ സ്വാധീനത്താൽ ഉണ്ടായതാണ്. ഓക്കെ, രാജ്യത്തെ വിവിധ പാവകളി രൂപങ്ങളെ പ്രതിനിധീകരിക്കുന്ന 8 സ്റ്റാമ്പുകളുള്ള ഷീറ്റിലാണ് കേരളത്തിൽ നിന്നുള്ള പാവക്കഥകളിയും ഇടം പിടിച്ചത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. അപ്പോൾ ഇന്ത്യയുടെ പാവകളി പാരമ്പര്യത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പ് 2026 ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പുകളിൽ ഉൾപ്പെട്ട കേരളത്തിന്റെ പാവകളി രൂപം ഏതാണ്? പാവക്കഥകളിയാണ്. പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ പൂർണ്ണ കാഴ്ചാ പരിമിതിയുള്ള വനിതാ ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? താന്യ നാഥൻ സി. ഓക്കെ, ഓർത്തുവെക്കുക. കേരളത്തിലെ ആദ്യത്തെ പൂർണ്ണ കാഴ്ചാ പരിമിതിയുള്ള വനിതാ ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് താന്യ നാഥൻ സി ആണെന്ന് ഓർത്തുവെക്കുക. 2025 കേരള ജുഡീഷ്യൽ സർവീസ് പരീക്ഷയിൽ ജൂനിയർ
ഭിന്നശേഷി വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയാണ് 24-കാരിയായ കണ്ണൂർ സ്വദേശിനി ചരിത്രം കുറിച്ചത്. സുപ്രീം കോടതിയുടെ 2025 നിർണായക വിധിന്യായത്തിന് ശേഷമാണ് കാഴ്ചാ പരിമിതിയുള്ളവർക്ക് ജുഡീഷ്യറിയിൽ അവസരം ലഭിച്ചത്. ബ്രെയിലി ലിപിയും സഹായക സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാണ് താന്യ നാഥൻ സി ജുഡീഷ്യൽ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പൂർണ്ണ കാഴ്ചാ പരിമിതിയുള്ള വനിതാ ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? താന്യനാഥൻ സി ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ് 68ാമത് ഗ്രാമി പുരസ്കാരങ്ങളിൽ ബെസ്റ്റ് ഓഡിയോ ബുക്ക് നറേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ്? ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമയാണെന്ന് ഓർത്തുവെക്കുക. 68ാമത് ഗ്രാമി പുരസ്കാരങ്ങളിൽ ബെസ്റ്റ് ഓഡിയോ ബുക്ക് നറേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമയാണെന്ന് ഓർത്തുവെക്കുക. അദ്ദേഹത്തിന്റെ മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോളിനെസ് ദ ദലൈലാമ എന്ന ഓഡിയോ ബുക്കിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 68ാമത് ഗ്രാമി പുരസ്കാരങ്ങളിൽ ബെസ്റ്റ് ഓഡിയോ ബുക്ക് നറേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ്? ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമയാണെന്ന് ഓർത്തുവെക്കുക. അദ്ദേഹത്തിന്റെ മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോളിനെസ് ദ ദലൈലാമ എന്ന ഓഡിയോ ബുക്കിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ദലൈലാമയുടെ ആദ്യത്തെ ഗ്രാമി പുരസ്കാരമാണിത്. കൂടാതെ 90ാം വയസ്സിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് എന്നുകൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ് 68ാമത് ഗ്രാമി പുരസ്കാരങ്ങളിൽ മികച്ച മ്യൂസിക് ഫിലിം വിഭാഗത്തിൽ പുരസ്കാരം നേടിയ പ്രശസ്ത ഹോളിവുഡ് സംവിധായകൻ ആരാണ്? സ്റ്റീവൻ സ്പീൽബർഗ്. ഓർത്തുവെക്കുക. 68ാമത് ഗ്രാമി പുരസ്കാരങ്ങളിൽ മികച്ച മ്യൂസിക് ഫിലിം വിഭാഗത്തിൽ പുരസ്കാരം നേടിയ പ്രശസ്ത ഹോളിവുഡ് സംവിധായകനാണ് സ്റ്റീവൻ സ്പീൽബർഗ്. മ്യൂസിക് ഫോർ ജോൺ വില്യംസ് എന്ന ഡോക്യുമെന്ററി നിർമ്മിച്ചതിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഈ ഗ്രാമി വിജയത്തോടെ സ്റ്റീവൻ സ്പീൽബർഗിന് ഇഗോട്ട് പദവി ലഭിച്ചു എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. ഇനി എന്താണ് ഇഗോട്ട് പദവി? എമ്മി, ഗ്രാമി, ഓസ്കാർ, ടോണി എന്നീ പുരസ്കാരങ്ങൾ സ്വന്തമാക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പദവിയാണ് ഇഗോട്ട് പദവി. ഇ എന്നാൽ എമ്മി, ജി എന്നാൽ ഗ്രാമി, ഒ എന്നാൽ ഓസ്കാർ, ടി എന്നാൽ ടോണി. ഓർത്തുവെക്കുക. ഇ എന്നാൽ എമ്മി, ജി എന്നാൽ ഗ്രാമി, ഒ എന്നാൽ ഓസ്കാർ, ടി എന്നാൽ ടോണി. ഈ 4 പുരസ്കാരങ്ങൾ ലഭിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പദവിയാണ് ഇഗോട്ട് പദവി. ഓർത്തുവെക്കുക. അപ്പോൾ 68ാമത് ഗ്രാമി പുരസ്കാരങ്ങളിൽ മികച്ച മ്യൂസിക് ഫിലിം വിഭാഗത്തിൽ പുരസ്കാരം നേടിയ പ്രശസ്ത ഹോളിവുഡ് സംവിധായകനാണ് സ്റ്റീവൻ സ്പീൽബർഗ്. മ്യൂസിക് ഫോർ ജോൺ വില്യംസ് എന്ന ഡോക്യുമെന്ററി നിർമ്മിച്ചതിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഈ ഒരു ഗ്രാമി വിജയത്തോടെ സ്റ്റീവൻ സ്പീൽബർഗിന് ഇഗോട്ട് പദവി ലഭിച്ചു എന്നുകൂടി ഓർത്തുവെക്കുക. എന്താണ് ഇഗോട്ട് പദവി? എമ്മി, ഗ്രാമി, ഓസ്കാർ, ടോണി എന്നീ പുരസ്കാരങ്ങൾ സ്വന്തമാക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന പദവിയാണ് ഇഗോട്ട് പദവി. ഇ എന്നാൽ എമ്മി, ജി എന്നാൽ ഗ്രാമി, ഒ എന്നാൽ ഓസ്കാർ, ടി എന്നാൽ ടോണി. ഈ 4 പുരസ്കാരങ്ങൾ ലഭിക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന പദവിയാണ് ഇഗോട്ട് പദവി. നെക്സ്റ്റ് 2026 ICC അണ്ടർ-19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓർത്തുവെക്കുക. 2026 ICC അണ്ടർ-19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 100 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ തങ്ങളുടെ 6ാം അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. അപ്പോൾ 2026 ICC അണ്ടർ-19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 100 റൺസിനാണ് പരാജയപ്പെടുത്തിയത് എന്നുകൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ് 2026 വനിതാ പ്രീമിയർ ലീഗ് അഥവാ WPL T20 ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അഥവാ RCB ആണെന്ന് ഓർത്തുവെക്കുക. 2026 വനിതാ പ്രീമിയർ ലീഗ് T20 ക്രിക്കറ്റ് ചാമ്പ്യന്മാരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അഥവാ RCB. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് RCB തങ്ങളുടെ 2ാമത്തെ WPL കിരീടം സ്വന്തമാക്കിയത്. ഓർത്തുവെക്കുക. 2026 വനിതാ പ്രീമിയർ ലീഗ് T20 ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ് തായ്ലൻഡ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാണ്? ദേവിക സിഹാഗ്. ഓർത്തുവെക്കുക. തായ്ലൻഡ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടിയ ഇന്ത്യൻ താരമാണ് ദേവിക സിഹാഗ്. നെക്സ്റ്റ് ഇന്ത്യയിൽ ആദ്യമായി മെനോപോസ് ക്ലിനിക്ക് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി മെനോപോസ്
ക്ലിനിക്ക് ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മെനോപോസ് എന്നാൽ ആർത്തവ വിരാമം. ഓക്കെ, അപ്പോൾ ആർത്തവ വിരാമ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾക്ക് ശാസ്ത്രീയമായ ചികിത്സയും കൗൺസിലിംഗും നൽകുക എന്നതാണ് ഇത്തരത്തിലൊരു ക്ലിനിക്ക് കൊണ്ട് മഹാരാഷ്ട്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി മെനോപോസ് ക്ലിനിക്ക് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ആർത്തവ വിരാമ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾക്ക് ശാസ്ത്രീയമായ ചികിത്സയും കൗൺസിലിംഗും ഒക്കെ നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് പ്രധാനമായും മഹാരാഷ്ട്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. ഓക്കെ, ഓർത്തുവെക്കുക. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. നെക്സ്റ്റ്, കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മജീവിയായി സർക്കാർ പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? ബാസിലസ് സബ്റ്റിലിസിനെയാണെന്ന് ഓർത്തുവെക്കുക. കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മജീവിയായി സർക്കാർ പ്രഖ്യാപിച്ചത് ബാസിലസ് സബ്റ്റിലിസിനെയാണെന്ന് ഓർത്തുവെക്കുക. 2026 ജനുവരി 23 ബാസിലസ് സബ്റ്റിലിസിനെ കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മജീവിയായി പ്രഖ്യാപിച്ചത്. ഇതോടെ സ്വന്തമായി ഒരു ഔദ്യോഗിക സൂക്ഷ്മജീവിയെ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറി എന്ന് കൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മജീവിയായി സർക്കാർ പ്രഖ്യാപിച്ചത് ബാസിലസ് സബ്റ്റിലിസിനെയാണെന്ന് ഓർത്തുവെക്കുക. 2026 ജനുവരി 23 ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായത്. ഇതോടെ സ്വന്തമായി ഒരു ഔദ്യോഗിക സൂക്ഷ്മജീവിയെ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറി എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ പുതിയ 2 സസ്യങ്ങൾ ഏതൊക്കെയാണ്? ലിറ്റ്സിയ മീശപ്പുലിമലയാന, ലിറ്റ്സിയ ഇടുക്കിയാന. ഓക്കെ, ഓർത്തുവെക്കുക. ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ പുതിയ 2 സസ്യങ്ങളാണ് ലിറ്റ്സിയ മീശപ്പുലിമലയാനയും ലിറ്റ്സിയ ഇടുക്കിയാനയും. നെക്സ്റ്റ്, ജ്യോതിശാസ്ത്രജ്ഞർ പുതുതായി കണ്ടെത്തിയ വാൽ നക്ഷത്രം ഏതാണ്? C 2026 A1 അഥവാ മാപ്സ് എന്ന വാൽ നക്ഷത്രത്തെയാണെന്ന് ഓർത്തുവെക്കുക. ജ്യോതിശാസ്ത്രജ്ഞർ പുതുതായി കണ്ടെത്തിയ വാൽ നക്ഷത്രമാണ് C 2026 A1 അഥവാ മാപ്സ് എന്ന വാൽ നക്ഷത്രം. ചിലിയിലെ അറ്റകാമ മരുഭൂമിയിലുള്ള ദൂരദർശിനി ഉപയോഗിച്ച് അലൈൻ മോറി, ജോർജ് അറ്റാട്ട്, ഡാനിയൽ പാരറ്റ്, ഫ്ലോറിയൻ സിഗ്നോറെറ്റ് എന്നീ 4 ജ്യോതിശാസ്ത്രജ്ഞരടങ്ങുന്ന സംഘമാണ് ഈ ഒരു വാൽ നക്ഷത്രത്തെ കണ്ടെത്തിയത്. 4 പേരുടെയും കുടുംബ പേരുകളുടെ ആദ്യ അക്ഷരം ചേർത്താണ് ഈ ഒരു വാൽ നക്ഷത്രത്തിന് മാപ്സ് എന്ന പേര് നൽകിയത്. അതായത് അലൻ മോറിയിലെ M, അറ്റാഡിലെ A, പാരറ്റിലെ P, സിഗ്നോററ്റിലെ S എന്നിങ്ങനെയാണ് മാപ്സ് എന്ന പേര് ഈ ഒരു വാൽ നക്ഷത്രത്തിന് നൽകിയത് എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞർ പുതുതായി കണ്ടെത്തിയ വാൽ നക്ഷത്രം ഏതാണ്? C 2026 A1 അഥവാ മാപ്സ് എന്ന വാൽ നക്ഷത്രമാണെന്ന് ഓർത്തുവെക്കുക. അലൈൻ മോറി, ജോർജ് അറ്റാഡ്, ഡാനിയൽ പാരറ്റ്, ഫ്ലോറിയൻ സിഗ്നോറെറ്റ് എന്നീ 4 ജ്യോതിശാസ്ത്രജ്ഞരടങ്ങുന്ന സംഘമാണ് ചിലിയിലെ അറ്റകാമ മരുഭൂമിയിലുള്ള ദൂരദർശിനി ഉപയോഗിച്ച് ഈ ഒരു വാൽ നക്ഷത്രം കണ്ടെത്തിയത് എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025-26 സന്തോഷ് ട്രോഫി ഫൈനലിൽ ജേതാക്കളായത് ആരാണ്? സർവീസസ് ആണ്. ഓക്കെ, ഓർത്തുവെക്കുക. 2025-26 സന്തോഷ് ട്രോഫി ഫൈനലിൽ ജേതാക്കളായത് സർവീസസ് ആണെന്ന് ഓർത്തുവെക്കുക. ഫൈനലിൽ കേരളത്തെയാണ് സർവീസസ് പരാജയപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ 2025-26 സന്തോഷ് ട്രോഫി ഫൈനലിൽ ജേതാക്കളായത് സർവീസസ് ആണെന്ന് ഓർത്തുവെക്കുക. ഫൈനലിൽ കേരളത്തെയാണ് സർവീസസ് പരാജയപ്പെടുത്തിയത്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി പൊതു ബജറ്റിനോടൊപ്പം ഒരു വയോജന ബജറ്റ് കൂടി പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, ഓർത്തുവെക്കുക. ഇന്ത്യയിൽ ആദ്യമായി പൊതു ബജറ്റിനോടൊപ്പം ഒരു വയോജന ബജറ്റ് കൂടി പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, സാമൂഹിക സുരക്ഷ, പെൻഷൻ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പ്രത്യേക ഊന്നൽ നൽകുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി പൊതു ബജറ്റിനോടൊപ്പം ഒരു വയോജന ബജറ്റ് കൂടി പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, സാമൂഹിക സുരക്ഷ, പെൻഷൻ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പ്രത്യേക ഊന്നൽ നൽകുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുകൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര നഗരനയം രൂപവൽക്കരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, ഓർത്തുവെക്കുക. ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര നഗരനയം രൂപവൽക്കരിച്ച സംസ്ഥാനമാണ് കേരളം. 2026 ഫെബ്രുവരിയിൽ അംഗീകരിച്ച ഈ ഒരു നയം അടുത്ത 25 വർഷത്തേക്കുള്ള നഗരവികസനം, ശാസ്ത്രീയമായ ആസൂത്രണം, കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കൽ, ജനപങ്കാളിത്തത്തോടെയുള്ള വികസനം എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഓർത്തുവെക്കുക. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര നഗരനയം രൂപവൽക്കരിച്ച
സംസ്ഥാനമാണ് കേരളം എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2025 റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? കണ്ണൂർ റൂറലിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷനാണെന്ന് ഓർത്തുവെക്കുക. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2025 റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂർ റൂറലിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷനാണെന്ന് ഓർത്തുവെക്കുക. സംസ്ഥാനത്ത് ഒന്നാമതെത്തിയതിനു പുറമെ രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിലും ഇരിട്ടി പോലീസ് സ്റ്റേഷൻ ഇടം പിടിച്ചിട്ടുണ്ട്. ഓക്കെ, സംസ്ഥാനത്ത് ഒന്നാമതെത്തിയതിന് പുറമെ രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിലും ഇരിട്ടി പോലീസ് സ്റ്റേഷൻ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2025 റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? കണ്ണൂർ റൂറലിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷനാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരത്തിന് അർഹരായ പ്രമുഖർ ആരൊക്കെയാണ്? കൂടിയാട്ടം ആചാര്യനായ വേണു ജി, സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, നാടക സംവിധായകനും നാടകകൃത്തുമായ ജയപ്രകാശ് കുളൂർ എന്നിവരാണ്. ഓക്കെ, ഓർത്തുവെക്കുക. 2025 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരത്തിന് അർഹരായ പ്രമുഖരാണ് കൂടിയാട്ടം ആചാര്യനായ വേണു ജി, അതുപോലെ സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, നാടക സംവിധായകനും നാടകകൃത്തുമായ ജയപ്രകാശ് കുളൂർ. ഓക്കെ, നെക്സ്റ്റ്, പ്രഥമ കാന്തല്ലൂരപ്പൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണെന്ന് ഓർത്തുവെക്കുക. പ്രഥമ കാന്തല്ലൂരപ്പൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് അഥവാ ബാഫ്റ്റയിൽ മികച്ച ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മണിപ്പൂരി ചിത്രം ഏതാണ്? ഭൂങ്. ഓക്കെ, ഓർത്തുവെക്കുക. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ അഥവാ ബാഫ്ത അവാർഡ്സിൽ മികച്ച ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മണിപ്പൂരി ചിത്രമാണ് ഭൂങ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ലക്ഷ്മി പ്രിയ ദേവിയാണ്. ഓക്കെ, ഓർത്തുവെക്കുക. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ മികച്ച ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മണിപ്പൂരി ചിത്രമാണ് ഭൂങ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ലക്ഷ്മി പ്രിയ ദേവിയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇൻഡിവുഡിന്റെ ഭാഷാ കേസരി പുരസ്കാരം നേടിയത് ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. ഓക്കെ, ഓർത്തുവെക്കുക. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇൻഡിവുഡിന്റെ ഭാഷാ കേസരി പുരസ്കാരം നേടിയത് കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിയാണെന്ന് ഓർത്തുവെക്കുക. മലയാള സാഹിത്യത്തിനും സിനിമയ്ക്കും അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇൻഡിവുഡിന്റെ ഭാഷാ കേസരി പുരസ്കാരം നേടിയത് ആരാണ്? കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇൻഡിവുഡിന്റെ പ്രഥമ എഴുത്തമ്മ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ്? കവിയും ഗാനരചയിതാവുമായ MD രാജേന്ദ്രനാണെന്ന് ഓർത്തുവെക്കുക. ഇൻഡിവുഡിന്റെ പ്രഥമ എഴുത്തമ്മ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് കവിയും ഗാനരചയിതാവുമായ MD രാജേന്ദ്രൻ. അപ്പോൾ സാഹിത്യത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇൻഡിവുഡിന്റെ ഭാഷാ കേസരി പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പിയും എഴുത്തമ്മ പുരസ്കാരം നേടിയത് ആരാണ്? MD രാജേന്ദ്രനുമാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, കേരള സംസ്ഥാന റവന്യൂ പുരസ്കാരങ്ങളിൽ 2025-26 വർഷത്തെ മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? തൃശൂർ ജില്ലാ കളക്ടറായ അർജുൻ പാണ്ഡ്യനാണെന്ന് ഓർത്തുവെക്കുക. കേരള സംസ്ഥാന റവന്യൂ പുരസ്കാരങ്ങളിൽ 2025-26 വർഷത്തെ മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൃശൂർ ജില്ലാ കളക്ടറായ അർജുൻ പാണ്ഡ്യനാണെന്ന് ഓർത്തുവെക്കുക. ഇനി മികച്ച സബ് കളക്ടർ ആരാണ്? തിരുവനന്തപുരം സബ് കളക്ടറായ OV ആൽഫ്രഡ് ആണെന്നും ഓർത്തുവെക്കുക. ഓക്കെ, നെക്സ്റ്റ്, മികച്ച കളക്ടറേറ്റിനുള്ള സംസ്ഥാന റവന്യൂ പുരസ്കാരം നേടിയത് ഏത് കളക്ടറേറ്റ് ആണ്? തിരുവനന്തപുരം കളക്ടറേറ്റ് ആണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ കേരള സംസ്ഥാന റവന്യൂ പുരസ്കാരങ്ങളിൽ 2025-26 വർഷത്തെ മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൃശൂർ ജില്ലാ കളക്ടറായ അർജുൻ പാണ്ഡ്യനാണ്. മികച്ച സബ് കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ സബ് കളക്ടറായ OV ആൽഫ്രഡ് ആണ്. മികച്ച കളക്ടറേറ്റിനുള്ള സംസ്ഥാന റവന്യൂ പുരസ്കാരം നേടിയത് തിരുവനന്തപുരം കളക്ടറേറ്റുമാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, പ്രഥമ ഏഷ്യൻ ബദിര 2020 കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യ. പ്രഥമ ഏഷ്യൻ ബദിര 2020 കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ. ഫൈനലിൽ ശ്രീലങ്കയെ 6 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. ഓക്കെ, ഓർത്തുവെക്കുക. പ്രഥമ ഏഷ്യൻ ബദിര 2020 കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ. ഫൈനലിൽ ശ്രീലങ്കയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ വിജയം നേടിയത്.
നെക്സ്റ്റ്, വനിതകളുടെ റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. ഫൈനലിൽ ബംഗ്ലാദേശിനെ 46 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഓക്കെ, ഓർത്തു വെക്കുക. വനിതകളുടെ റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. ഫൈനലിൽ ബംഗ്ലാദേശിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 46 റൺസിനാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തു വെക്കുക. നെക്സ്റ്റ്, അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആരാണ്? ഹർമൻപ്രീത് കൗർ. ഓക്കെ, ഓർത്തു വെക്കുക. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് ഹർമൻപ്രീത് കൗർ. നെക്സ്റ്റ്, 2020 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യ താരമെന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റനായ റാഷിദ് ഖാനാണെന്ന് ഓർത്തുവെക്കുക. 2020 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യ താരമെന്ന നേട്ടം സ്വന്തമാക്കിയത് അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റനായ റാഷിദ് ഖാനാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2026 ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? സ്പെയിൻ താരമായ കാർലോസ് അൽക്കാരസ് ആണെന്ന് ഓർത്തുവെക്കുക. 2026 ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് സ്പെയിൻ താരമായ കാർലോസ് അൽക്കാരസ് ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2026 ഫെബ്രുവരിയിൽ ജർമ്മനിയിൽ നടന്ന പ്രഥമ ഫിഡെ ഫ്രീസ്റ്റൈൽ ചെസ് ലോക ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ്? നോർവേക്കാരനായ മാഗ്നസ് കാൾസൺ ആണെന്ന് ഓർത്തുവെക്കുക. 2026 ഫെബ്രുവരിയിൽ ജർമ്മനിയിൽ നടന്ന പ്രഥമ ഫിഡെ ഫ്രീസ്റ്റൈൽ ചെസ് ലോക ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് നോർവേക്കാരനായ മാഗ്നസ് കാൾസൺ ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലം ഏതാണ്? പെരുമ്പളം പാലം. ഓക്കെ, ഓർത്തുവെക്കുക. ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം പാലമാണ് കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലം എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ കുമ്പിച്ചൽ കടവ് പാലം. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോവരുത്, അതൊന്ന് ഓർത്തുവെക്കുക. അപ്പോൾ കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലമാണ് പെരുമ്പളം പാലം. ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളമുള്ള പാലം ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ കുമ്പിച്ചൽ കടവ് പാലം. നെക്സ്റ്റ്, രാജ്യത്തെ ആദ്യത്തെ പശു സംസ്കാര മ്യൂസിയം അഥവാ നാഷണൽ കൗ കൾച്ചർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ മധുരയിലാണെന്ന് ഓർത്തുവെക്കുക. രാജ്യത്തെ ആദ്യത്തെ പശു സംസ്കാര മ്യൂസിയം അഥവാ നാഷണൽ കൗ കൾച്ചർ മ്യൂസിയം നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലെ മധുരയിലാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2026 AI ഇന്ത്യ ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപമായിരുന്നു വേദി എന്ന് ഓർത്തുവെക്കുക. 2026 AI ഇന്ത്യ ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപമായിരുന്നു വേദി. ഇനി 2027 AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവ. 2027 AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമാണ് സ്വിറ്റ്സർലാൻഡിലെ ജനീവ. ഇനി 2028 AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? UAE ആണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ 2026 AI ഇന്ത്യ ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപമായിരുന്നു വേദി. 2027 വേദി എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവ. 2028 വേദി UAE. ഓക്കെ. നെക്സ്റ്റ്, 2025 ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൈബ്രൻസി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3. ഓക്കെ, ഓർത്തുവെക്കുക. 2025 ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൈബ്രൻസി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 3. ഒന്നാം സ്ഥാനത്ത് അമേരിക്കയും 2ാം സ്ഥാനത്ത് ചൈനയുമാണെന്ന് ഓർത്തുവെക്കുക. 1ാം സ്ഥാനത്ത് US, 2ാം സ്ഥാനത്ത് ചൈന. ഓക്കെ, അപ്പോൾ 2025 ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൈബ്രൻസി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3 ആണെന്ന് ഓർത്തുവെക്കുക. 1ാം സ്ഥാനം US, 2ാം സ്ഥാനം ചൈന. നെക്സ്റ്റ്, ആർട്ടിക് മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിനായി നാറ്റോ 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച പുതിയ സൈനിക ദൗത്യം ഏതാണ്? ആർട്ടിക് സെൻട്രി. ഓക്കെ, ഓർത്തുവെക്കുക. ആർട്ടിക് മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിനായി നാറ്റോ 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച പുതിയ സൈനിക ദൗത്യമാണ് ആർട്ടിക് സെൻട്രി. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? ബീഹാർ ആണെന്ന് ഓർത്തുവെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നക്സൽ വിമുക്ത
സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ബീഹാർ ആണെന്ന് ഓർത്തുവെക്കുക. ഫെബ്രുവരി 2026 മുംഗർ ജില്ലയിൽ വെച്ച് അവസാനത്തെ സായുധ മാവോയിസ്റ്റ് കമാൻഡറായിരുന്ന സുരേഷ് കോട കീഴടങ്ങിയതോടെയാണ് ഈ ഒരു ചരിത്രപരമായ നേട്ടം ബീഹാർ കൈവരിച്ചത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? ബീഹാർ ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ ഏതാണ്? ആന്ധ്രാപ്രദേശ് നിയമസഭ. ഓർത്തുവെക്കുക. MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ആന്ധ്രാപ്രദേശ് നിയമസഭ. നെക്സ്റ്റ്, തരിശുഭൂമികളെ കൃഷിയോഗ്യമാക്കി മാറ്റുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? നവോദൻ പദ്ധതി. ഓർത്തുവെക്കുക. തരിശുഭൂമികളെ കൃഷിയോഗ്യമാക്കി മാറ്റുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് നവോദൻ പദ്ധതി. സംസ്ഥാനത്തെ ഏകദേശം 1 ലക്ഷം ഹെക്ടർ വരുന്ന തരിശുഭൂമിയുടെ കുറഞ്ഞത് 30% കൃഷിയോഗ്യമാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. ലോകബാങ്കിന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേര പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നുകൂടി ഓർത്തുവെക്കുക. അപ്പോൾ തരിശുഭൂമികളെ കൃഷിയോഗ്യമാക്കി മാറ്റുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? നവോദൻ പദ്ധതി. നെക്സ്റ്റ്, സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത സഹായധന പദ്ധതി ഏതാണ്? രക്ഷാകവചം പദ്ധതി. ഓർത്തുവെക്കുക. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത സഹായധന പദ്ധതിയാണ് രക്ഷാകവചം പദ്ധതി. ജോലി സ്ഥലത്തോ അല്ലാതെയോ അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന തൊഴിലാളികളുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ ധനസഹായം ലഭിക്കും എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത. സംസ്ഥാനത്തെ കടകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന 25 ലക്ഷത്തോളം തൊഴിലാളികൾക്കാണ് ഈ ഒരു പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. തൊഴിലാളികൾ പ്രതിവർഷം വെറും 150 രൂപ മാത്രമാണ് വിഹിതമായി നൽകേണ്ടത്. ഓർത്തുവെക്കുക. അപ്പോൾ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത സഹായധന പദ്ധതിയുടെ പേരാണ് രക്ഷാകവചം പദ്ധതി. നെക്സ്റ്റ്, മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെ കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി മാറിയ സർക്കാർ സ്കൂൾ ഏതാണ്? കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണെന്ന് ഓർത്തുവെക്കുക. മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെ കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി മാറിയ സർക്കാർ സ്കൂളാണ് കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. നെക്സ്റ്റ്, ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെയുള്ള രാജ്യത്തെ ആദ്യത്തെ ഇരട്ടക്കുഴൽ റോഡ് റെയിൽ തുരങ്കപാത നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? അസമാണ്. ഓർത്തുവെക്കുക. ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെയുള്ള രാജ്യത്തെ ആദ്യത്തെ ഇരട്ടക്കുഴൽ റോഡ് റെയിൽ തുരങ്കപാത നിലവിൽ വരുന്ന സംസ്ഥാനമാണ് അസം. ഇന്ത്യ ചൈന അതിർത്തിയോട് ചേർന്നുള്ള സൈനിക നീക്കങ്ങൾ വേഗത്തിലാക്കാൻ ഈ ഒരു തുരങ്കം സഹായിക്കും. ഏകദേശം 15.79 കിലോമീറ്ററാണ് ഈ ഒരു തുരങ്കപാതയുടെ ദൈർഘ്യം എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. അപ്പോൾ ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെയുള്ള രാജ്യത്തെ ആദ്യത്തെ ഇരട്ടക്കുഴൽ റോഡ് റെയിൽ തുരങ്കപാത നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? അസമാണെന്ന് ഓർത്തുവെക്കുക. 15.79 കിലോമീറ്ററാണ് ഈ ഒരു തുരങ്കപാതയുടെ ദൈർഘ്യം. നെക്സ്റ്റ്, DRDO വികസിപ്പിച്ച ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഏത് മധ്യദൂര മിസൈലിൻ്റെ പരീക്ഷണമാണ് അടുത്തിടെ വിജയകരമായി പൂർത്തിയാക്കിയത്? ആൻസർ വരുന്നത് അഗ്നി 3. ഓർത്തുവെക്കുക. DRDO വികസിപ്പിച്ച ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഏത് മധ്യദൂര മിസൈലിൻ്റെ പരീക്ഷണമാണ് അടുത്തിടെ വിജയകരമായി പൂർത്തിയാക്കിയത്? അഗ്നി 3. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആരാണ്? 10 മാസം മാത്രം പ്രായമുള്ള ആലൻ ഷെറിൻ എബ്രഹാം ആണെന്ന് ഓർത്തുവെക്കുക. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് 10 മാസം പ്രായമുള്ള ആലൻ ഷെറിൻ എബ്രഹാം. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രഹാമിൻ്റെയും ഷെറിൻ ആൻഡ് ജോണിൻ്റെയും മകളായ ആലിൻ വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്ന് അവയവദാനത്തിലൂടെ 5 പേർക്ക് പുതുജീവിതം നൽകിയാണ് വിടവാങ്ങിയത്. ഹൃദയവാൽവ്, കരൾ, വൃക്കകൾ, നേത്രപടലങ്ങൾ എന്നിവയാണ് ആലൻ ഷെറിൻ എബ്രഹാം ദാനം ചെയ്തത് എന്നുകൂടി ഓർത്തുവെക്കുക. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആരാണ്? 10 മാസം പ്രായമുള്ള ആലൻ ഷെറിൻ എബ്രഹാം ആണെന്ന് ഓർത്തുവെക്കുക.
നെക്സ്റ്റ്, മലയാള വാർത്താ ചാനൽ രംഗത്ത് ചീഫ് എഡിറ്റർ പദവിയിലെത്തുന്ന ആദ്യ വനിത ആരാണ്? സുജയ പാർവതി. ഓക്കെ, ഓർത്തുവെക്കുക. മലയാള വാർത്താ ചാനൽ രംഗത്ത് ചീഫ് എഡിറ്റർ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് സുജയ പാർവതി. 2026 ഫെബ്രുവരിയിൽ സംപ്രേഷണം ആരംഭിച്ച ബിഗ് TV എന്ന വാർത്താ ചാനലിന്റെ ചീഫ് എഡിറ്ററായാണ് സുജയ പാർവതി ചുമതലയേറ്റത്. ഓക്കെ, ഓർത്തുവെക്കുക. മലയാള വാർത്താ ചാനൽ രംഗത്ത് ചീഫ് എഡിറ്റർ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് സുജയ പാർവതി എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സംസ്ഥാനത്തെ യുവതീ യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനത്തിനും മത്സര പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കുമായി പ്രതിമാസം 1000 രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? കണക്ട് വർക്ക്. ഓക്കെ, ഓർത്തുവെക്കുക. സംസ്ഥാനത്തെ യുവതീ യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനത്തിനും മത്സര പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കുമായി പ്രതിമാസം 1000 രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് കണക്ട് വർക്ക്. നെക്സ്റ്റ്, കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സ്നേഹം പദ്ധതി. ഓക്കെ, കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സ്നേഹം പദ്ധതി. നെക്സ്റ്റ്, മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവണയുടെ പുതിയ പുസ്തകം ഏതാണ്? 4 Stars ഓഫ് ഡെസ്റ്റിനി. ഓക്കെ, ഓർത്തുവെക്കുക. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവണയുടെ പുതിയ പുസ്തകമാണ് 4 Stars ഓഫ് ഡെസ്റ്റിനി. നെക്സ്റ്റ്, സമർത്ത് പഞ്ചായത്ത് പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ്? ഛത്തീസ്ഗഡിലെ ദംതാരി ജില്ലയാണെന്ന് ഓർത്തുവെക്കുക. സമർത്ത് പഞ്ചായത്ത് പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച രാജ്യത്തെ ആദ്യ ജില്ലയാണ് ഛത്തീസ്ഗഡിലെ ദംതാരി ജില്ല. നെക്സ്റ്റ്, 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഓക്കെ, ഓർത്തുവെക്കുക. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. നെക്സ്റ്റ്, റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസിയായ റുപ്പി ഉപയോഗിച്ച് പൊതുവിതരണ സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഓക്കെ, ഓർത്തുവെക്കുക. റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസിയായ റുപ്പി ഉപയോഗിച്ച് പൊതുവിതരണ സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത്. നെക്സ്റ്റ്, കേരളത്തിലെ 6 ലക്ഷം രക്ഷിതാക്കൾക്ക് നിർമ്മിത ബുദ്ധിയിൽ AI അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെ കൈറ്റ് നടപ്പിലാക്കുന്ന സമഗ്ര പരിശീലന പദ്ധതി ഏതാണ്? സർവം AI മയം. ഓക്കെ, ഓർത്തുവെക്കുക. കേരളത്തിലെ 6 ലക്ഷം രക്ഷിതാക്കൾക്ക് നിർമ്മിത ബുദ്ധിയിൽ AI അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെ കൈറ്റ് നടപ്പിലാക്കുന്ന സമഗ്ര പരിശീലന പദ്ധതിയാണ് സർവം AI മയം. നെക്സ്റ്റ്, കേരള സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പ് ഏതാണ്? നമ്മുടെ കേരളം. ഓക്കെ, ഓർത്തുവെക്കുക. കേരള സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പാണ് നമ്മുടെ കേരളം. നെക്സ്റ്റ്, കേരള ടൂറിസത്തിന്റെ 2026 നിശാഗന്ധി പുരസ്കാരം നേടിയ മണിപ്പൂരി നർത്തകി ആരാണ്? ദർശന ജാവേരി. ഓക്കെ, ഓർത്തുവെക്കുക. കേരള ടൂറിസത്തിന്റെ 2026 നിശാഗന്ധി പുരസ്കാരം നേടിയ മണിപ്പൂരി നർത്തകിയാണ് ദർശന ജാവേരി. 1.5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ, ഓർത്തുവെക്കുക. കേരള ടൂറിസത്തിന്റെ 2026 നിശാഗന്ധി പുരസ്കാരം നേടിയ മണിപ്പൂരി നർത്തകിയാണ് ദർശന ജാവേരി. 1.5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. നെക്സ്റ്റ്, ഗോത്ര സമൂഹത്തിന്റെ പാരമ്പര്യ അറിവുകളും ആധുനിക ഫാഷൻ ഡിസൈനുകളും സംയോജിപ്പിച്ച് കുടുംബശ്രീ ആരംഭിക്കുന്ന പ്രീമിയം വസ്ത്ര ബ്രാൻഡ് ഏതാണ്? ട്രൈ ബാൻഡ്. ഓക്കെ, ഓർത്തുവെക്കുക. ഗോത്ര സമൂഹത്തിന്റെ പാരമ്പര്യ അറിവുകളും ആധുനിക ഫാഷൻ ഡിസൈനുകളും സംയോജിപ്പിച്ച് കുടുംബശ്രീ ആരംഭിക്കുന്ന പ്രീമിയം വസ്ത്ര ബ്രാൻഡാണ് ട്രൈ ബാൻഡ്. ഗോത്രവർഗ്ഗക്കാരുടെ പരമ്പരാഗത അറിവുകളും പ്രകൃതിദത്തമായ ചായമുക്കൽ രീതികളും നിലനിർത്തുന്നതോടൊപ്പം അവർക്ക് മാന്യമായ ഉപജീവന മാർഗം ഉറപ്പാക്കുക എന്നതുമാണ് ഈ ഒരു ബ്രാൻഡിന്റെ പ്രധാന ലക്ഷ്യം എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സങ്കീർണമായ ചികിത്സകൾക്കായി മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന നിർധനരായ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതി ഏതാണ്? ആശ്വാസ വാടക വീട്. ഓക്കെ, ഓർത്തുവെക്കുക. സങ്കീർണമായ ചികിത്സകൾക്കായി മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന നിർധനരായ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതി ഏതാണ്? ആശ്വാസ വാടക വീട്. നെക്സ്റ്റ്, യുവാക്കൾക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗം ഇല്ലാതാക്കാൻ കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? നാശ മുക്ത് ഭാരത് അഭിയാൻ. ഓക്കെ, ഓർത്തുവെക്കുക. യുവാക്കൾക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗം ഇല്ലാതാക്കാൻ കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയാണ് നാശ മുക്ത് ഭാരത് അഭിയാൻ. ലഹരി ഉപയോഗം കൂടുതലായി കാണപ്പെടുന്ന രാജ്യത്തെ 272 ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു പദ്ധതി പ്രധാനമായും നടപ്പിലാക്കുന്നത് എന്ന് ഓർത്തുവെക്കുക. യുവാക്കൾക്കിടയിലെ
മയക്കുമരുന്ന് ഉപയോഗം ഇല്ലാതാക്കാൻ കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? നാശാമുക്ത് ഭാരത് അഭിയാനാണെന്ന് ഓർത്തുവെക്കുക. ലഹരി ഉപയോഗം കൂടുതലായി കാണപ്പെടുന്ന രാജ്യത്തെ 272 ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു പദ്ധതി പ്രധാനമായും നടപ്പിലാക്കുന്നത്. നെക്സ്റ്റ്, 2026 വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 18ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? എസ് ഹരീഷ് ആണ്. ഓക്കെ, 2026 വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 18ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് എസ് ഹരീഷ് ആണെന്ന് ഓർത്തുവെക്കുക. അദ്ദേഹത്തിന്റെ പട്ടുനൂൽ പുഴു എന്ന നോവലാണ് ഈ ഒരു പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2026 വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 18ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? എസ് ഹരീഷ് ആണ്. അദ്ദേഹത്തിന്റെ പട്ടുനൂൽ പുഴു എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായത്. 50,000 രൂപയും പ്രശസ്തി പത്രവും CN കരുണാകരൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. നെക്സ്റ്റ്, ജെൻസി തലമുറയെയും യുവാക്കളെയും ലക്ഷ്യമാക്കി കുടുംബശ്രീ ആരംഭിച്ച പുതിയ ഭക്ഷണശാല ശൃംഖല ഏതാണ്? മീറ്റ് പോയിന്റ്. ഓക്കെ, ഓർത്തുവെക്കുക. ജെൻസി തലമുറയെയും യുവാക്കളെയും ലക്ഷ്യമാക്കി കുടുംബശ്രീ ആരംഭിച്ച പുതിയ ഭക്ഷണശാല ശൃംഖലയാണ് മീറ്റ് പോയിന്റ്. ലഘുഭക്ഷണങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റ്, വിവിധ തരം വിഭവങ്ങൾ എന്നിവ ന്യായമായ വിലയിൽ ലഭ്യമാക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. യുവാക്കളുടെ അഭിരുചിക്കനുസരിച്ച് വൈവിധ്യമാർന്ന ഭക്ഷണം നൽകുകയും കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതും ഈ ഒരു പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യമാണ്. ഓക്കെ, അപ്പോൾ ജെൻസി തലമുറയെയും യുവാക്കളെയും ലക്ഷ്യമാക്കി കുടുംബശ്രീ ആരംഭിച്ച പുതിയ ഭക്ഷണശാല ശൃംഖല ഏതാണ്? മീറ്റ് പോയിന്റ് ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച 2025 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തരായ സ്ത്രീകളിൽ 1ാം സ്ഥാനത്തുള്ളത് ആരാണ്? യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷയായ ഉർസുല വോണ്ടർലൈൻ ആണെന്ന് ഓർത്തുവെക്കുക. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച 2025 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തരായ സ്ത്രീകളിൽ 1ാം സ്ഥാനത്തുള്ളത് ആരാണ്? യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷയായ ഉർസുല വോണ്ടർലൈൻ ആണെന്ന് ഓർത്തുവെക്കുക. 2ാം സ്ഥാനത്ത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രസിഡന്റായ ക്രിസ്റ്റീൻ ലഗാർഡ് ആണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, 3ാം സ്ഥാനം ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ സനെ തകൈച്ചിക്കാണെന്നും ഓർത്തുവെക്കുക. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച 2025 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തരായ സ്ത്രീകളിൽ 1ാം സ്ഥാനത്തുള്ളത് ആരാണ്? യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷയായ ഉർസുല വോണ്ടർലൈൻ ആണെന്ന് ഓർത്തുവെക്കുക. 2ാം സ്ഥാനത്ത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രസിഡന്റായ ക്രിസ്റ്റീൻ ലഗാർഡും 3ാം സ്ഥാനത്ത് ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ സനെ തകൈച്ചിയുമാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച 2025 ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മല സീതാരാമൻ, HCL കോർപ്പറേഷൻ CEO ആയ റോഷ്നി നാടാർ മൽഹോത്ര, ബയോകോൺ സ്ഥാപകയായ കിരൺ മജുംദാർ ഷാ. ഓക്കെ, ഓർത്തുവെക്കുക. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച 2025 ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ വനിതകളാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മല സീതാരാമൻ, HCL കോർപ്പറേഷൻ CEO ആയ റോഷ്നി നാടാർ മൽഹോത്ര, ബയോകോൺ സ്ഥാപകയായ കിരൺ മജുംദാർ ഷാ. ആദ്യ 100-ൽ 24ാം സ്ഥാനമാണ് നിർമ്മല സീതാരാമൻ ഉള്ളത്. 76ാം സ്ഥാനത്ത് റോഷ്നി നാടാർ മൽഹോത്രയും 83ാം സ്ഥാനത്ത് കിരൺ മജുംദാർ ഷായുമാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച 2025 ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മല സീതാരാമൻ 24ാം സ്ഥാനത്താണ്. അതുപോലെ HCL കോർപ്പറേഷൻ CEO ആയ റോഷ്നി നാടാർ മൽഹോത്ര 76ാം സ്ഥാനത്താണ്. ബയോകോൺ സ്ഥാപകയായ കിരൺ മജുംദാർ ഷാ 83ാം സ്ഥാനത്തുമാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം സുതാര്യമാക്കാനും ഏകോപിപ്പിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പുറത്തിറക്കിയ വാട്സാപ്പ് ചാറ്റ് ബോട്ട് ഏതാണ്? പഞ്ചം. ഓക്കെ, ഓർത്തുവെക്കുക. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം സുതാര്യമാക്കാനും ഏകോപിപ്പിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പുറത്തിറക്കിയ വാട്സാപ്പ് ചാറ്റ് ബോട്ടാണ് പഞ്ചം. പഞ്ചം എന്നാൽ പഞ്ചായത്ത് അസിസ്റ്റൻസ് ആൻഡ് മെസ്സേജിംഗ് ചാറ്റ് ബോട്ട്. ഓക്കെ, ഓർത്തുവെക്കുക. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം സുതാര്യമാക്കാനും ഏകോപിപ്പിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പുറത്തിറക്കിയ വാട്സാപ്പ് ചാറ്റ് ബോട്ടാണ് പഞ്ചം. പഞ്ചം എന്നാൽ പഞ്ചായത്ത് അസിസ്റ്റൻസ് ആൻഡ് മെസ്സേജിംഗ് ചാറ്റ് ബോട്ട്.
നെക്സ്റ്റ്, പട്ടികജാതി വികസന വകുപ്പ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനത്തിനായി ഓരോ വർഷവും 10,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? വിഷൻ പദ്ധതി. ഓക്കെ, ഓർത്തുവെക്കുക. പട്ടികജാതി വികസന വകുപ്പ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനത്തിനായി ഓരോ വർഷവും 10,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിഷൻ പദ്ധതി. ആകെ 2 വർഷമാണ് ഈ ഒരു പദ്ധതി നിലവിലുള്ളത്. +1 +2 കാലയളവിൽ ഓരോ വർഷവും 10,000 രൂപ വീതം ആകെ 20,000 രൂപയാണ് പരിശീലനത്തിനായി അനുവദിക്കുന്നത്. ഓക്കെ, ഓർത്തുവെക്കുക. പട്ടികജാതി വികസന വകുപ്പ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനത്തിനായി ഓരോ വർഷവും 10,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? വിഷൻ പദ്ധതിയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സ്കൂൾ വിദ്യാർത്ഥിനികൾക്കുള്ള ആർത്തവകാല ആരോഗ്യം ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിന്റെ ഭാഗമായാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്? അനുച്ഛേദം 21. ഓക്കെ, ഓർത്തുവെക്കുക. സ്കൂൾ വിദ്യാർത്ഥിനികൾക്കുള്ള ആർത്തവകാല ആരോഗ്യം ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിന്റെ ഭാഗമായാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്? അനുച്ഛേദം 21. ഇനി എന്താണ് അനുച്ഛേദം 21 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 21? ജീവിക്കാനുള്ള അവകാശമാണ്. ഓക്കെ, ഓർത്തുവെക്കുക. സ്കൂൾ വിദ്യാർത്ഥിനികൾക്കുള്ള ആർത്തവകാല ആരോഗ്യം ഭരണഘടനയുടെ അനുച്ഛേദം 21ന്റെ ഭാഗമായാണ് സുപ്രീം കോടതി മൗലികാവകാശമായി പ്രഖ്യാപിച്ചത്. 2026 ഡോക്ടർ ജയ താക്കൂർ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേസ് പരിഗണിച്ചാണ് ആർത്തവ ആരോഗ്യം മൗലികാവകാശമാണെന്നും സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവകാല ആരോഗ്യം ഉറപ്പാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഓക്കെ, ഓർത്തുവെക്കുക. സ്കൂൾ വിദ്യാർത്ഥിനികൾക്കുള്ള ആർത്തവകാല ആരോഗ്യം ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിന്റെ ഭാഗമായാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്? അനുച്ഛേദം 21. അനുച്ഛേദം 21 എന്നാൽ ജീവിക്കാനുള്ള അവകാശമാണ്. 2026 ഡോക്ടർ ജയ താക്കൂർ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേസ് പരിഗണിച്ചാണ് ആർത്തവ ആരോഗ്യം മൗലികാവകാശമാണെന്നും സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവകാല ആരോഗ്യം ഉറപ്പാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. നെക്സ്റ്റ്, ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ചേമ്പ് ഇനം ഏതാണ്? ജാമുനി. ഓക്കെ, ഓർത്തുവെക്കുക. ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ചേമ്പിനമാണ് ജാമുനി. നെക്സ്റ്റ്, $800 ബില്യൺ ആസ്തി കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി ആരാണ്? ഇലോൺ മസ്ക്. ഓക്കെ, ഓർത്തുവെക്കുക. $800 ബില്യൺ ആസ്തി കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യ വ്യക്തിയാണ് സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക്. നെക്സ്റ്റ്, 2026 സംസ്ഥാന ബജറ്റ് പ്രകാരം ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ പേരിൽ ചരിത്ര ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണെന്ന് ഓർത്തുവെക്കുക. 2026 സംസ്ഥാന ബജറ്റ് പ്രകാരം ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ പേരിൽ ചരിത്ര ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഓസ്ട്രേലിയൻ ഓപ്പൺ 2026 പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? സ്പെയിൻ താരമായ കാർലോസ് അൽക്കാരസ് ആണെന്ന് ഓർത്തുവെക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ 2026 പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് സ്പെയിൻ താരമായ കാർലോസ് അൽക്കാരസ് ആണെന്ന് ഓർത്തുവെക്കുക. ഫൈനലിൽ ഇതിഹാസ താരമായ നൊവാക് ജോക്കോവിച്ചിനെയാണ് പരാജയപ്പെടുത്തിയത്. ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പൺ 2026 പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. സ്പെയിൻ താരമാണ്. അദ്ദേഹം ഫൈനലിൽ നൊവാക് ജോക്കോവിച്ചിനെയാണ് പരാജയപ്പെടുത്തിയത്. നെക്സ്റ്റ്, ഓസ്ട്രേലിയൻ ഓപ്പൺ 2026 വനിതാ സിംഗിൾസ് ജേതാവ് ആരാണ്? കസാക്കിസ്ഥാൻ താരമായ എലേന റബാക്കിനെയാണെന്ന് ഓർത്തുവെക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ 2026 വനിതാ സിംഗിൾസ് ജേതാവ് കസാക്കിസ്ഥാൻ താരമായ എലേന റബാക്കിനെയാണെന്ന് ഓർത്തുവെക്കുക. ഫൈനലിൽ ആര്യാന സെബലങ്കയെയാണ് എലേന പരാജയപ്പെടുത്തിയത്. നെക്സ്റ്റ്, ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ 400 വിജയങ്ങൾ നേടുന്ന ലോകത്തിലെ ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? സെർബിയൻ താരമായ നൊവാക് ജോക്കോവിച്ച് ആണെന്ന് ഓർത്തുവെക്കുക. ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ 400 വിജയങ്ങൾ നേടുന്ന ലോകത്തിലെ ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? സെർബിയൻ താരമായ നൊവാക് ജോക്കോവിച്ച് ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി 9 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? നിർമ്മല സീതാരാമൻ. ഓക്കെ, ഓർത്തുവെക്കുക. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി 9 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നിർമ്മല സീതാരാമൻ ആണെന്ന് ഓർത്തുവെക്കുക.
നെക്സ്റ്റ്, അടിമത്തം നിയമവിധേയമാക്കുന്ന പുതിയ ക്രിമിനൽ നിയമം നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. അടിമത്തം നിയമവിധേയമാക്കുന്ന പുതിയ ക്രിമിനൽ നിയമം നടപ്പിലാക്കുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. താലിബാൻ ഭരണകൂടം 2026 ജനുവരിയിൽ പുറപ്പെടുവിച്ച പുതിയ ക്രിമിനൽ നടപടി ചട്ടത്തിലാണ് ഈ ഒരു വിവാദപരമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ അടിമത്തം നിയമവിധേയമാക്കുന്ന പുതിയ ക്രിമിനൽ നിയമം നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, കേന്ദ്ര ബജറ്റിൽ കടലാമകളുടെ സംരക്ഷണത്തിനും ഇക്കോ ടൂറിസം വികസനത്തിനുമായി തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളം, കർണാടകം, ഒഡീഷ. ഓക്കെ, ഓർത്തുവെക്കുക. കേന്ദ്ര ബജറ്റിൽ കടലാമകളുടെ സംരക്ഷണത്തിനും ഇക്കോ ടൂറിസം വികസനത്തിനുമായി തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങളാണ് കേരളം, കർണാടകം, ഒഡീഷ. നെക്സ്റ്റ്, 2026 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ്? തണ്ണീർത്തടങ്ങളും പരമ്പരാഗത വിജ്ഞാനവും സാംസ്കാരിക പൈതൃകത്തെ ആഘോഷിക്കുന്നു. ഓക്കെ, ഓർത്തുവെക്കുക. 2026 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയമാണ് തണ്ണീർത്തടങ്ങളും പരമ്പരാഗത വിജ്ഞാനവും സാംസ്കാരിക പൈതൃകത്തെ ആഘോഷിക്കുന്നു എന്നത്. ഇനി എന്നാണ് ലോക തണ്ണീർത്തട ദിനം? ഫെബ്രുവരി 2 ഓർത്തുവെക്കുക. ഓക്കെ, 2026 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയമാണ് തണ്ണീർത്തടങ്ങളും പരമ്പരാഗത വിജ്ഞാനവും സാംസ്കാരിക പൈതൃകത്തെ ആഘോഷിക്കുന്നു. ലോക തണ്ണീർത്തട ദിനമായി നാം ആചരിക്കുന്നത് ഫെബ്രുവരി 2 ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ്? യുണൈറ്റഡ് ബൈ യൂണീക്ക് അഥവാ നമ്മുടെ വൈവിധ്യങ്ങളാൽ ഒന്നിക്കുന്നു. ഓക്കെ, ഓർത്തുവെക്കുക. 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയമാണ് യുണൈറ്റഡ് ബൈ യൂണീക്ക് അഥവാ നമ്മുടെ വൈവിധ്യങ്ങളാൽ ഒന്നിക്കുന്നു. ഇനി എന്നാണ് ലോക ക്യാൻസർ ദിനമായി നാം ആചരിക്കുന്നത്? ഫെബ്രുവരി 4 ഓർത്തുവെക്കുക. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ഇനി ഓർത്തുവെക്കേണ്ട മറ്റൊരു പോയിന്റ്, 2025, 2026, 2027 എന്നീ വർഷങ്ങളിലെ ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം ഒന്ന് തന്നെയാണ്. എന്താണ്? യുണൈറ്റഡ് ബൈ യൂണീക്ക്. ഓക്കെ, ഓർത്തുവെക്കുക. യുണൈറ്റഡ് ബൈ യൂണീക്ക് എന്നത് തന്നെയാണ് 2025 2026 ഇനി 2027 ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, AI ഏജന്റുകൾക്ക് മാത്രമായി രൂപീകരിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? മോൾഡ് ബുക്ക്. ഓക്കെ, ഓർത്തുവെക്കുക. AI ഏജന്റുകൾക്ക് മാത്രമായി രൂപീകരിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് മോൾഡ് ബുക്ക്. റെഡിറ്റിന് സമാനമായ രീതിയിലാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തനം. ഇതിൽ മനുഷ്യർക്ക് പോസ്റ്റുകൾ ഇടാനോ കമൻറ്റുകൾ ചെയ്യാനോ സാധിക്കില്ല. അവർക്ക് വെറും കാഴ്ചക്കാരായി മാത്രമേ തുടരാനാകൂ. ഓക്കെ, ഓർത്തുവെക്കുക. AI ഏജന്റുകൾക്ക് മാത്രമായി രൂപീകരിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് മോൾഡ് ബുക്ക്. നെക്സ്റ്റ്, അർബുദ ചികിത്സയ്ക്കായി പ്രതിരോധ കോശങ്ങൾ അതായത് കാർട്ടി സെൽസ് വിജയകരമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? IIT ബോംബെ. അർബുദ ചികിത്സയ്ക്കായി പ്രതിരോധ കോശങ്ങൾ അതായത് കാർട്ടി സെൽസ് വിജയകരമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIT ബോംബെ. നെക്സ്റ്റ്, മണ്ണിലെ പോഷക ഗുണങ്ങൾ കണ്ടെത്താനായി ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഉപകരണത്തിന്റെ പേര് എന്താണ്? ന്യൂട്രിസെൻസ്. ഓക്കെ, ഓർത്തുവെക്കുക. മണ്ണിലെ പോഷക ഗുണങ്ങൾ കണ്ടെത്താനായി ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഉപകരണത്തിന്റെ പേരാണ് ന്യൂട്രിസെൻസ്. ഒരു ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് രക്തത്തിലെ പഞ്ചസാര പരിശോധിക്കുന്നത് പോലെ വളരെ ലളിതമായാണ് ഈ ഒരു ന്യൂട്രിസെൻസിന്റെയും പ്രവർത്തനം. പേപ്പർ അധിഷ്ഠിത സെൻസർ സ്ട്രിപ്പുകൾ ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത്. ഓക്കെ, ഓർത്തുവെക്കുക. മണ്ണിലെ പോഷക ഗുണങ്ങൾ കണ്ടെത്താനായി ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഉപകരണത്തിന്റെ പേരാണ് ന്യൂട്രിസെൻസ്. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ ആരാണ്? SP വെങ്കിടേഷ്. ഓക്കെ, ഓർത്തുവെക്കുക. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംഗീത സംവിധായകനാണ് SP വെങ്കിടേഷ്. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച മാവേലിക്കര മുൻ MLA ആരാണ്? M മുരളി. അടുത്തിടെ അന്തരിച്ച മാവേലിക്കര മുൻ MLA ആണ് M മുരളി. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച പ്രമുഖ കഥകളി കൂടിയാട്ടം കലാകാരൻ ആരാണ്? കലാമണ്ഡലം രാമമോഹൻ. ഓക്കെ, ഓർത്തുവെക്കുക. അടുത്തിടെ അന്തരിച്ച പ്രമുഖ കഥകളി കൂടിയാട്ടം കലാകാരനാണ് കലാമണ്ഡലം രാമമോഹൻ. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഡച്ച് സാഹിത്യകാരൻ ആരാണ്? സീസ് നൂട്ട്ബോം. ഓക്കെ, അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഡച്ച് സാഹിത്യകാരനാണ് സീസ് നൂട്ട്ബോം. നെക്സ്റ്റ്, ശങ്കർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന അടുത്തിടെ അന്തരിച്ച പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ ആരാണ്? മണിശങ്കർ മുഖോപാധ്യായ. ഓക്കെ, ശങ്കർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന അടുത്തിടെ അന്തരിച്ച പ്രമുഖ ബംഗാളി സാഹിത്യകാരനാണ് മണിശങ്കർ മുഖോപാധ്യായ. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച മുൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ആരാണ്? VV വിജയൻ. അടുത്തിടെ അന്തരിച്ച മുൻ തിരുവനന്തപുരം ജില്ലാ കളക്ടറാണ് VV വിജയൻ.